തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് ഒരു പരിവായി കണ്ടോ. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇത് കണ്ടോ, ഒരു വെറൈറ്റി വീഡിയോ. തെങ്ങിൻ്റെ ഓലയും കൊണ്ട് അടിപൊളി ഒരു പലഹാരമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ എന്തുവാ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോയാലും. ഇപ്പോൾ ഞങ്ങളൊരു 5-6 ഓല കഴുകി ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു മാക്സിമം സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ഇത്രയും വലിപ്പം തന്നെ വേണം നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേതും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ വലിപ്പം തന്നെ വേണം എല്ലാം. അപ്പോൾ അതേപോലെ ഒന്ന് എടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 ഓല കണ്ടോ, ഒരേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഒരേ സൈസിലാണ് അരിഞ്ഞു വെച്ചിരിക്കുക. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് അടിപൊളിയായിട്ട് ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഒരു 200 ഗ്രാം ഉണ്ട്. അപ്പം ആദ്യമേ നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരല്പം തേങ്ങ ചിരകിയതാണ്. അപ്പം അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതിന് മധുരത്തിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ശർക്കര ചിരകിയത്. അപ്പം ഒരു ബൗൾ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അതിനുശേഷം ഒരു പിഞ്ചുപ്പ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ട് ഒന്ന് പിഞ്ച് ഉപ്പിട്ട്. അപ്പം അതിനുശേഷം 4 ഏലയ്ക്ക, ഒരു ചെറിയ ഫ്ലേവർ കിട്ടാനായിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനുശേഷം ഇളം ചൂട് വെള്ളം, ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടോ. എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് സംഭവം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത്ര എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നൈഫായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കണ്ടോ, ഇത്രയും വലുപ്പം. അപ്പം ഈ വലുപ്പത്തിൽ നമ്മൾ ആദ്യം എടുത്തിരുന്ന ഓലയിലെ ആ ഓലയിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പം അതിനായിട്ട് മറ്റേ ഓലയും കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വാഴയിലയുടെ നാരാണ് എടുത്തിരിക്കുന്നത് കെട്ടാൻ വേണ്ടി. ഇത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ോ ഇതൊന്ന് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പുഴുങ്ങുന്നത് ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ പുഴുങ്ങുന്നത് നോക്കാം. അപ്പോൾ ഇഡലി പാത്രത്തിലൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അപ്പം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് ആവി വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് വിടാം. ആദ്യമേ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചെടുക്കും. നമ്മൾ 15 മിനിറ്റ് അടുപ്പേ വെച്ചിട്ട് നമ്മൾ സംഭവം എടുത്തിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് പരിവായി കണ്ടോ. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.